ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തെറ്റ് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഭാര്യ. മാഡം, ഇവർക്ക് നല്ലതുപോലെ അവനിക്കറിയാം. ഇവള് പറയുന്നത് മാഡം വിശ്വസിക്കരുത്. എല്ലാം കള്ളത്തര. എന്റെ അഭിനയം താൻ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അല്ല മേഡം, ഞാൻ പറയുന്നത് സത്യം. ഇവള് നിങ്ങളുടെ രണ്ടുപേരുടെയും മകളായിട്ട് വളരട്ടെ മക്കളെ. വലുതായി കഴിയുമ്പം ഈ കഥകളൊക്കെ നിങ്ങൾ ഇവക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവള് നിങ്ങളെ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കും. അശ്വ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് ഇവരെ രണ്ടുപേരെയും കൂടി ഇപ്പൊ വളർത്താൻ പറ്റില്ല. 6 മാസം നിനക്ക് പൂർണ്ണമായിട്ട് റെസ്റ്റ് വേണം. നീ ഇനിയും നെല്ലിശ്ശേരിയോട്ട് തന്നെയല്ലേ പോകുന്നത്? അമ്മുക്കുട്ടി ആദ്യം നെല്ലിശ്ശേരി തന്നെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് 2 പേർക്കും അമ്മുക്കുട്ടിയെ വളർത്തുകയും ചെയ്യും. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അമ്മുക്കുട്ടിക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കണം. അവള് നിങ്ങളുടെ 2 പേരുടെയും മകളല്ലേടി? എനിക്ക് മനസ്സിലായി. അതിന് ഓളെ ഞാൻ അമ്മുക്കുട്ടിയുടെ കാര്യത്തിൽ കുറച്ച് സ്വാർത്ഥയായി പോയി. അമ്മ പറഞ്ഞതാ സത്യം. നമ്മൾ 2 പേരും ഇവളുടെ അമ്മമാരാ. അതിന് ഓളെ ഞാൻ നിന്റെ മനസ്സിലെ വിഷമം മനസ്സിലാക്കിയില്ല. സോറി. അജു ചേച്ചിയോട് ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെയൊന്നും ചേച്ചിയോട് പറയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടെന്താ, ഇപ്പോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ചേച്ചി വിഷമിക്കണ്ട. ഇപ്പൊ ഇവളെ പിരിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നേ ഉള്ളൂ. അവളെന്നും ചേച്ചിയുടെ അമ്മക്കുട്ടി തന്നെ ആയിരിക്കും. എന്റെ അമ്മക്കുട്ടിയല്ല, നമ്മുടെ അമ്മക്കുട്ടി. ഇപ്പൊ തന്നെ ഡിവോഴ്സ് വാങ്ങിച്ചുകൊണ്ടാവുന്നായിരിക്കും ഇയാളുടെ വിചാരം. കാണിച്ചു കൊടുക്കാൻ ഞാൻ. നിങ്ങളകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇരിക്കൂ. ഇരിക്കൂ.
മിസ്റ്റർ നന്ദൻ ആൻഡ് മിസ്സസ് അവന്തിക നന്ദൻ അല്ലേ? അല്ല, അതൊക്കെ കഴിഞ്ഞു. സി മിസ്റ്റർ നന്ദൻ, ഇത് കോടതിയല്ല. ഇവിടെ ഒരു ഭീഷണിയും ഇല്ല. കോടതി നിർദ്ദേശിച്ച ഒരു മീഡിയേഷൻ കൗൺസിലിംഗ് മാത്രമാണിത്. എനിക്ക് എത്രയും വേഗം ഡിവോഴ്സ് വേണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഡിവോഴ്സ് വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. തകർന്നു പോകുന്നതിന് മുമ്പ് എന്തും നമ്മളൊന്ന് റീസെറ്റ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ, ഇതത് മാത്രമാണ്. മാഡം, എനിക്കിനി ഇവളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. കുടുംബത്തിൽ തന്നെ ഇവളെ ഇറക്കി വിട്ട് കഴിഞ്ഞു. നിങ്ങളുടെ പെറ്റീഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു. ഡിവോഴ്സിന് പറഞ്ഞ കാരണങ്ങൾ മനസ്സിലായി. ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കണം, ഒരു കുടുംബ ബന്ധം തകർന്നു പോകാൻ വളരെ എളുപ്പമാണ്. കഴിയുമെങ്കിൽ പരസ്പരം സംസാരിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത്. എനിക്ക് ഡിവോഴ്സ് വേണ്ട മാഡം. എനിക്ക് എന്റെ നന്ദേട്ടനോട് ജീവിച്ചാ മതി. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്റെ കഴുത്തി കിടക്കുന്നത് നന്ദേട്ടൻ കെട്ടിയ താലിയ. ഞാൻ ഇതിനെ എത്രമാത്രം പവിത്രമായിട്ടാ കരുതുന്നതെന്ന് നന്ദേട്ടൻ അറിയോ? എന്നോട് ഈ താലി തിരിച്ച് ചോദിക്കില്ലേ നന്ദേട്ട? ദയവേത് ഞങ്ങളെ തമ്മിൽ വേർപിരിക്കരുത്. മറ്റൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എല്ലാ തെറ്റുകൾക്കും ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. കേട്ടില്ലേ നന്ദ? തെറ്റ് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഭാര്യ. മാഡം, ഇവക്ക് നല്ലതുപോലെ അവനിക്ക് അറിയാം. ഇവള് പറയുന്നൊന്നും മാഡം വിശ്വസിക്കരുത്. എല്ലാം കള്ളത്തരാ. എന്റെ അഭിനയം താൻ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അല്ല മാഡം, ഞാൻ പറയുന്നത് സത്യമാ. നന്ദേട്ടാ, നമ്മൾ രണ്ടുപേരും രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരല്ലേ? എന്തെങ്കിലും ചെറിയ തെറ്റുകൾ വരുന്നത് സ്വാഭാവികമല്ലേ? ഇതുവരെ സംഭവിച്ചല്ല നന്ദേട്ട, ക്ഷമിക്ക്. എല്ലാ പൊരുത്തക്കേടുകളും മാറ്റി നന്ദേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭാര്യയാവാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. എന്റെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ തെറ്റിനും ഞാൻ മാപ്പും ചോദിക്കാം. എന്നെ ഉപേക്ഷിക്കരുത്. ഇതൊക്കെ നീ കാണാതെ പഠിക്കാൻ എത്ര സമയം എടുത്തു? ഇങ്ങനൊരു നാടകം നിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതീക്ഷ തന്നെയാ ഞാൻ അങ്ങോട്ട് വന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട് നിന്റെ അഭിനയം. പക്ഷേ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആവണം. മാഡം, ഈ കാണുന്നതൊന്നും അല്ല അവള്. മാഡത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള പെർഫോമൻസ് ആണിത്. ദയവേത് മാഡം ഇതിൽ വീണു പോകരുത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു പരിഹരിക്കാം. ഇവരിപ്പോ പശ്ചാത്തപിക്കുന്ന ഒരു സ്ത്രീയാ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭാര്യയായിട്ട് ജീവിക്കാൻ ഇവർ തയ്യാറാണെന്ന് പറയുന്നു. അപ്പൊ പിന്നെ താങ്കൾക്ക് ഇവരോട് ക്ഷമിച്ചൂടെ?